നമസ്തേ. നീറ്റ് 2025 ഈ കഴിഞ്ഞ മെയ് 4 നടന്ന നീറ്റ് എക്സാമിന്റെ റിസൾട്ട് അനുസരിച്ചുള്ള അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ MBBS, BDS, BSc നഴ്സിംഗ് 4ാം ഘട്ട അലോട്ട്മെന്റ്, അതായത് സ്ട്രേ വേക്കൻസി റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. mcc.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഇന്ത്യയിലെ ഗവൺമെന്റ് മേഖലയിലെ MBBSന്റെയും BDSന്റെയും ESI കോളേജുകളുടെയും ഡീംഡ് കോളേജുകളുടെയും ഒക്കെ 3 റൗണ്ടുകൾക്ക് ശേഷം ഒഴിവ് വന്ന സീറ്റുകളിലേക്കാണ് ഇപ്പോൾ പ്രവേശനം നടത്തിയിരിക്കുന്നത്. നീറ്റ് 2025 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഈ MBBS, BDS, BSc നഴ്സിംഗിന്റെ അവസാന അവസരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തേ മതിയാവൂ. ഇനി മറ്റൊരു സ്റ്റേറ്റ് കോട്ടയിലോ മറ്റൊരു അവസരത്തിലോ നിങ്ങളെ 2025 പരിഗണിക്കുകയില്ല. നീറ്റ് 2025 വെച്ച് കിട്ടാവുന്ന ഏറ്റവും അവസാന അവസരം തന്നെയാണ് സ്ട്രേ വേക്കൻസി റിസൾട്ട്. 2024 25,500 വരെ ജനറൽ OBC വിഭാഗങ്ങൾക്ക് ഗവൺമെന്റ് മേഖലയിൽ MBBS സീറ്റ് ലഭിച്ചപ്പോൾ ഏതാണ്ട് 2000-ഓളം സീറ്റുകളുടെ വർധനവ് ഗവൺമെന്റ് മേഖലയിൽ വരികയും അതിന്റെ 15% സീറ്റുകൾ ഓൾ ഇന്ത്യ തലത്തിൽ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ 27,332 2026 ഓപ്പൺ വിഭാഗത്തിന്റെ കട്ട് ഓഫ്. ഏതാണ്ട് അത് തന്നെയാണ് OBC വിഭാഗത്തിലും പ്രവേശനം കിട്ടിയിരിക്കുന്നത്. നാഗാലാൻഡില് ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ആണ് 27,332. 26,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ കേരളത്തിലും പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. തെലുങ്കാനയിലും 27,000 വരെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്, ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും. EWS കാറ്റഗറി ഏതാണ്ട് 30,000 റാങ്ക് വരെയുള്ളവർക്കും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ESI കോട്ട, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ ലിസ്റ്റാണ് mcc.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റ് പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻസിൽ തോന്നിയാൽ അവനവൻ ഉൾപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അവൻ കൊടുത്ത ഓപ്ഷൻ അല്ലാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് നാളെ 12 മണി വരെ MCCക്ക് ഇമെയിലിലൂടെ നിങ്ങളുടെ തെറ്റ് വേണമെങ്കിൽ തിരുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പ്രവേശനം നേടിയേ മതിയാവൂ. നാളെ വൈകുന്നേരത്തോടുകൂടി, നാളെ ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ഫൈനൽ അലോട്ട്മെന്റ് പ്രഖ്യാപിക്കും. നിങ്ങളുടെ പ്രൊഫൈലിൽ ഏത് കോളേജാണ് പ്രവേശനം കിട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഞായറാഴ്ചയോ തിങ്കളാഴ്ച മുതൽ നവംബർ 20 വരെ കോളേജുകളിൽ ചെന്ന് പ്രവേശനം നേടാം. എല്ലാ കോളേജുകളിലും ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ നിൽക്കാൻ പാകത്തിന് തന്നെ നിങ്ങൾ പോകണം. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒരു സെറ്റ് കോപ്പിയും ഒരു സെറ്റ് സോഫ്റ്റ് കോപ്പിയും ഒക്കെ ആയിട്ട് വേണം നിങ്ങൾ പ്രവേശനത്തിനായി ചെല്ലേണ്ടത്. നമുക്കറിയാം, കേരളത്തിന്റെ ഗവൺമെന്റ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBSന്റെയും BDSന്റെയും ഒക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് 14 പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഈ വൈകി പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് നാളെ മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. ഈ ഓൾ ഇന്ത്യ തലത്തിൽ പ്രവേശനം നേടിയവരെ ഒഴിവാക്കിയായിരിക്കും നാളെ വൈകുന്നേരം കേരളത്തിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. നീറ്റ് 2025 യാത്ര നമുക്കറിയാം, മെയ് 4 മുതലുള്ള ഈ യാത്ര ഇന്ന് നവംബർ 14 ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നാളെ കേരള അലോട്ട്മെന്റ് ഉണ്ട് താനും. ഏതാണ്ട് കഴിഞ്ഞ വർഷത്തേക്കായാലും 1,500ഓളം റാങ്കുകൾക്ക് കൂടുതൽ കിട്ടിയെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഭാവുകങ്ങൾ നേരുന്നു. 1-2 മാർക്കിനൊക്കെ പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ, നിങ്ങളുടെ കരിയർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ധാരാളം കോഴ്സുകളും സാഹചര്യങ്ങളും ഇനിയും നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും നല്ല സാഹചര്യം തിരഞ്ഞെടുത്ത് നിങ്ങൾ ഇനി 2026 ഫോക്കസ് ചെയ്യേണ്ടവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകൾക്ക് പ്രവേശനം നേടി നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.